നമുക്ക് ഇതുപോലെ കായ്ക്കാത്ത വലിയ മാവുകളൊക്കെ ഉണ്ടെങ്കിലേ അതിന്റെ തടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ട് വി ഗ്രാഫ്റ്റ് ചെയ്താണ്. എന്താ വെച്ചാൽ 2 റൂട്ട് സ്റ്റോക്ക് അടുപ്പിച്ച് വെച്ച് വി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. അപ്പോൾ കണ്ടില്ല കാണുന്നത് 2 റൂട്ട് സ്റ്റോക്കാണ് ഇതിൽ. അതിൽ ഒറ്റൊന്ന് വി ഗ്രാഫ്റ്റ് ചെയ്താണ്. ഞാൻ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇതിൽ മാവിൻ തടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാന്നല്ല, മാവിൻ തടിയിൽ നമുക്ക് വി ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡും കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ സൈഡ് ഗ്രാഫ്റ്റിങ്ങും മാവിൻ തടിയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ അടുത്ത വീഡിയോ. അപ്പോൾ വി ഗ്രാഫ്റ്റിംഗ് ആദ്യത്തെ മെത്തേഡ് കാണിക്കാം. അപ്പോൾ കമ്പ് എടുക്കലൊക്കെ ഞാൻ ആദ്യം കാണിച്ച രൂപത്തിൽ തന്നെ നല്ല കായ്ഫലം കിട്ടിയ മാവിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള സ്ട്രെങ്ത്തുള്ള കമ്പ് തിരഞ്ഞെടുക്കുക. അതൊക്കെ മെത്തേഡൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. ചെയ്യൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മാവിൻ തടിയിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യം ഇതുപോലെ ഫസ്റ്റ് ഇതുപോലെ ഒരു കട്ട് കൊടുക്കുക. അപ്പോൾ സ്കിന്നാണ് കട്ട് ചെയ്യേണ്ടത്. തടിയിലേക്ക് കട്ടാത്ത രീതിയിൽ സ്കിന്നിന്റെ പകുതി മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്ത് വരണം. അപ്പോൾ ഈ രൂപത്തിലാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ റോഡ് സ്റ്റോക്ക് സിയോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും ചെറുതായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം ഇതിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. നമ്മൾ ആ ചെയ്തില്ല അതിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇത് എത്ര വലിയ മാവിൻ തടിയിലാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ഇത് വി ഗ്രാഫ്റ്റ് ആണ് മാവിൻ തടിയിൽ ചെയ്യുന്നത്. ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ രൂപത്തിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിന് ശേഷം 10-12 ദിവസം ഇതിൽ തളിര് വരും. തളിര് വരുമ്പോൾ നമ്മൾ ഈ തളിര് വന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ ഒഴിവാക്കരുത്. 1 മാസം കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കി കൊടുക്കാൻ. അപ്പോൾ തളിര് വരുമ്പോൾ ആ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളതാണ്. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്.